പിങ്കി പ്രോമിസ്. പിങ്കി പിങ്കി പ്രോമിസ്. എന്താണ് പിങ്കി പ്രോമിസ്. പിങ്കി പ്രോമിസ്. പിങ്കി പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഇല്ല, നിന്റെ പിങ്കി പ്രോമിസാണ് സത്യം. നിങ്ങൾ വാ. കഴിഞ്ഞ ആഴ്ച കപ്പലിൽ നിന്ന് പുറത്തു പോയപ്പോ ജോഹാന കുറെ സ്വീറ്റ്സ് ഒക്കെ വാങ്ങി കഴിച്ച് പല്ലിളകിയായിരുന്നു. പോയ രണ്ടുമൂന്ന് പല്ലാണെങ്കിൽ ഇപ്പോഴും വന്നിട്ടില്ല. മോണ കട്ടിയായതുകൊണ്ട് പല്ല് വരാത്ത, പല്ല് തേക്കുമ്പോ പല്ല് വരാനുള്ള ഭാഗത്തുള്ള മോണയിൽ നന്നായിട്ട് ബ്രഷ് ചെയ്യാനാണ് ഡെന്റിസ്റ്റ് പറഞ്ഞത്. എന്നാൽ പല്ല് വരാത്തിന്റെ സങ്കടമൊന്നും മോക്കില്ല കേട്ടോ. മറിച്ച് പല്ല് പറിച്ച് ടൂത്ത് ഫെയറിക്ക് കൊടുത്ത ഗിഫ്റ്റ് കിട്ടുന്നുള്ളതാ മോളുടെ സന്തോഷം. അതുകൊണ്ട് തന്നെ പല്ല് ഇളകിയ പിന്നെ എത്രയും വേഗം പല്ല് പറിക്കാനാ തിരക്ക്. ഭയങ്കര ചെറിയ പല്ലായതുകൊണ്ട് ഗ്രിപ്പ് കിട്ടാണെന്ന് പറഞ്ഞ ജോസ് ടവലൊക്കെ പിടിച്ചാട്ടോ പല്ലെടുത്തത്. ഐസ്ക്രീം കിട്ടുമെന്നതിനേക്കാളും ടൂത്ത് ഫെയറി വരും, ഗിഫ്റ്റ് കിട്ടും, അതൊക്കെയാണ് മോളുടെ ചിന്തകൾ. അതിന് എത്ര ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ടൂത്ത് ഫെയറിയുടെ കയ്യിൽ കിട്ടുന്നു എന്നതിലാണ് കാര്യം. ഇങ്ങനെയുടെ ആദ്യത്തെ പല്ല് പോയപ്പോ തൊട്ട് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ നല്ല കാണാപ്പാടാണ്. രാത്രി ടൂത്ത് ഫെയറി വന്ന് പല്ലെടുത്ത് അതിന് പകരം ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടാവുന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് കേട്ടോ ജോഹാന കിടന്ന് ഉറങ്ങുന്നത്. ആ വിശ്വാസം ഞാൻ ഇതുവരെ തെറ്റിച്ചിട്ടുമില്ല. ഇങ്ങനെയുള്ള അപ്രതീക്ഷിത നിമിഷങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എപ്പോഴും കരുതി വെക്കാറുണ്ട്. പിന്നെ ഈ മെയ്ഡ് ഇൻ ചൈന പേഴ്സ് ഒക്കെ ഞാൻ നാട്ടിൽ നിന്നേ കൊണ്ടുവന്ന കേട്ടോ, ഇവിടെ നിന്ന് വാങ്ങിയതൊന്നുമല്ല. ഈ ടൂത്ത് ഫെയറി സാൻഡൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് കേട്ടോ ജോഹാനയുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ വീട് വെക്കുമ്പോൾ ചിമ്മിണി എന്തായാലും വേണം. അത് ഇല്ലാത്തതുകൊണ്ടാണ് സാൻഡ പുൽക്കൂട്ടിൽ ഗിഫ്റ്റ് വെക്കുന്നതെന്ന പരാതി. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇങ്ങനെയുള്ള കെട്ടുകൾ കുട്ടികളെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടല്ലേ എന്ന്. ഇങ്ങനെ വിശ്വസിക്കുന്നിടത്തോളം ഈ വിശ്വാസങ്ങളൊക്കെ സത്യവുമാകണ്ടേ അല്ലേ? എന്നീ സത്യം മനസ്സിലാക്കുന്നോ അന്ന് മോൾക്കും ഇതൊരു കെട്ടുകഥയായി മാറും. പക്ഷെ അതുവരെ ടൂത്ത് ഫെയറിക്ക് സാൻഡയ്ക്ക് വേണ്ടിയുള്ള ആകാംക്ഷയുടെയുള്ള ഒരുക്കങ്ങളും കാത്തിരിപ്പൊക്കെ വളരെ വലുതാണ്. രാത്രി ഞാൻ നോക്കിയാണ് നിന്റെ തലേന്ന് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു മോർണിംഗ് 2 o'clock. ശരിക്കും അപ്പൊ ടൂത്ത് ഫെയറി ഇവിടെ ഞാൻ നാട്ടിൽ മാത്രമേ ഉള്ളൂ.